നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. റെയിൽവേ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആകാം. ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം. ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. മിനിമം 10ാം ക്ലാസ്, ITI അല്ലെങ്കിൽ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ റെയിൽവേയിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് തസ്തികകളിലേക്ക് അപേക്ഷിക്കാം. മൊത്തം 9,900 ഒഴിവുകളിലേക്ക് ഇപ്പോൾ ഓൺലൈനായാണ് അപേക്ഷിക്കാവുന്നത്. നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ ജോലിക്ക് ഓൺലൈനായി 2025 ഏപ്രിൽ 12 മുതൽ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. മെയ് 11 വരെയാണ് അപേക്ഷിക്കാവുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം 9,970 ആണ്. തിരുവനന്തപുരത്ത് 8 ഒഴിവുകളും ചെന്നൈ 362 ഒഴിവുകളും മുംബൈയിൽ 22 ഒഴിവുകളുമാണ് ഉള്ളത്. സെക്കന്ദരാബാദിൽ 967 ഒഴിവുകളും ഭുവനേശ്വറിൽ 928 ഒഴിവുകളുമുണ്ട്. മറ്റ് സ്റ്റേറ്റുകളിലെ ഒഴിവുകൾ വിശദമായി അറിയുന്നതിന് വെബ്സൈറ്റ് നോക്കുക. ഇന്ത്യൻ റെയിൽവേയിൽ വന്ന ഈ ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ്. വിദ്യാഭ്യാസ യോഗ്യത ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെൻ്റ് മെക്കാനിക്, മിൽറൈറ്റ്, മെയിൻ്റനൻസ് മെക്കാനിക്, റേഡിയോ ആൻഡ് TV, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മോട്ടോർ വെഹിക്കിൾ, വയർമാൻ, ട്രാക്ടർ മെക്കാനിക്, ആർമേച്ചർ ആൻഡ് കോയിൽ വൈൻഡർ, മെക്കാനിക് ഡീസൽ, ഹീറ്റ് എൻജിൻ, ടർണർ, മെഷീനിസ്റ്റ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക് എന്നീ ട്രേഡുകളിലേക്ക് NCVT അല്ലെങ്കിൽ SSLCയും ITIയും ആവശ്യമാണ്. അതല്ലെങ്കിൽ മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ SSLCയും കഴിഞ്ഞ് അതാത് ട്രേഡുകളിൽ കോഴ്സ് പൂർത്തിയാക്കിയ ആക്ട് അപ്രന്റീസ്ഷിപ്പ് ആവശ്യമാണ്. ഇതല്ലെങ്കിൽ മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ SSLCയും മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ 3 വർഷത്തെ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. അതുമല്ലെങ്കിൽ ITIക്ക് പകരം അതാത് എഞ്ചിനീയറിംഗ് വിഷയങ്ങളുടെ വിവിധ സ്ട്രീമുകളുടെ സംയോജനം പഠിച്ചിട്ടുണ്ടായിരിക്കണം. എഞ്ചിനീയറിംഗ് ഡിപ്ലോമയ്ക്ക് പകരം അതാത് എഞ്ചിനീയറിംഗ് വിഷയങ്ങളിലെ ബിരുദവും സ്വീകാര്യമായിരിക്കും. അപേക്ഷാ ഫീസ് 500 രൂപയാണ്. SC, ST, ESM, സ്ത്രീകൾ എന്നിവർക്ക് 250 രൂപ. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കുക. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി മെയ് 11 ആണ്. അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം വളരെ കൂടുതൽ വിശദമായി മനസ്സിലാക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം വായിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട്. ഔദ്യോഗിക വിജ്ഞാപനത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ ജോലിക്ക് അപേക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ പങ്കുവയ്ക്കൂ. ഒപ്പം തൊഴിൽജാലകം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്.